അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ഇൻട്രാക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഓക്കെ, ഇനി ഈ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ കുറച്ച് സ്റ്റെപ്പുകളാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളാണ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് ആണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, സോ നമ്മൾ അതിങ്ങനെ ഒരേ രീതിയിൽ വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്നാണ് ഈ പറഞ്ഞ സ്പോർട്സ് കൂപ്പേ അല്ലെങ്കിൽ ഈ പറഞ്ഞ SUV കൂപ്പേ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കൊണ്ടുവരുന്നത്. സോ അത് കൊണ്ടുവരുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഒരു ഐഡിയ ജനറേഷൻ അല്ലെ, പല ആൾക്കാരെ ഏൽപ്പിക്കും. നമുക്ക് പുതിയൊരു ചേഞ്ച് കൊണ്ടുവരണം ഈ പറഞ്ഞ ഓട്ടോമൊബൈൽ ഫീൽഡ് മാർക്കറ്റിൽ. സോ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യണം. സോ ഒരുപാട് ആൾക്കാർ ഇരുന്ന് തിങ്ക് ചെയ്യും അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്താ, ഈ ഐഡിയ സ്ക്രീൻ ചെയ്യും. അതായത് എല്ലാവരുടെ ഐഡിയ നമുക്ക് എടുക്കാൻ പറ്റില്ല. സ്ക്രീൻ ചെയ്ത് നോക്കിയിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ദെൻ അതിനെ എന്താ പറയാ, അതിനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്യും. ദെൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ബിസിനസ് അനാലിസിസ്, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ബിസിനസ് അനാലിസിസ് നടത്തും. ദെൻ പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ടെസ്റ്റ് മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റിനെ ലോഞ്ച് ചെയ്യും. സോ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ എല്ലാം പോയിട്ടായിരിക്കും അത് ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ ലോഞ്ച് നടത്താം. സോ ഇതിലെ ഓരോ കാര്യങ്ങളുമാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഐഡിയ ജനറേഷൻ അല്ലെ, സോ ഇൻവോൾവ്സ് ബ്രെയിൻ സ്റ്റോമിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ് ഐഡിയാസ് ഓർ വേസ് ടു ഇംപ്രൂവ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. സോ ഇപ്പം ഓട്ടോമൊബൈൽ മാനുഫാക്ചർ ആണെങ്കിൽ SUVs ആണ് ഇപ്പം കൂടുതൽ പോകുന്നത്. സോ അതിൽ ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണം, സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു കാര്യം. സോ അതുപോലെ ബ്രെയിൻ സ്റ്റോമിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ് ideas or ways to improve an existing product. Then during product discovery, companies examine market trends, conduct product research, and dig deep into the user's wants and needs to identify problem and propose innovative solutions. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ SWOT അനാലിസിസ് നടക്കും. SWOT വേറൊന്നുമല്ല, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്. അതിനെയാണ് നമ്മൾ SWOT അനാലിസിസ് എന്ന് പറയാം. പഴയ സിലബസ് വെച്ച് പഠിച്ചപ്പോൾ നമ്മൾ SWOT അനാലിസിസ് കണ്ടായിരുന്നു. ഇത് ഫ്രെയിംവർക്ക് ഫോർ ഇവാലുവേറ്റിംഗ് യുവർ പ്രോഡക്റ്റ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. സോ അതിന്റെ അകത്ത് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റിന്റെ സ്ട്രെങ്ത് എന്താണ്, നമ്മൾ ബാക്കിയുള്ള പ്രോഡക്ട്സിൽ നിന്നും അതിനെ എങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അവൻ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും, നമുക്ക് അറിയാൻ പറ്റും അവന്റെ വീക്ക്നെസ് എന്താണ്, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഇവന്റെ ഇപ്പൊ ഈ ഇറക്കാൻ പോകുന്ന പ്രോഡക്റ്റിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അവൻ ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്തത്, ഏത് ഏജ് ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് ത്രെറ്റ് ഉണ്ട്. ത്രെറ്റ് എന്ന് പറയുന്നത് ഇതേ പ്രോഡക്റ്റ് തന്നെ വേറെ കമ്പനി ഇറക്കുന്നുണ്ടാവും. സോ അവൻ എങ്ങനെയൊക്കെയാണ് അതിനെ കൊണ്ടുവരുന്നത്. ഇപ്പൊ 2 എക്സാമ്പിൾ പറഞ്ഞ സിട്രോൺ ബസാൾട്ടും ടാറ്റ കർവ്. അപ്പൊ സിട്രോൺ ബസാൾട്ട് ആദ്യമേ വെച്ച് കഴിഞ്ഞു 7.99 lakhs ആണ് ബേസ് മോഡൽ. അപ്പൊ കർവിന് ഇനിയിപ്പോ ടാറ്റ കർവിന് അവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവർക്ക് എന്തായാലും ഒരു ബേസ് മോഡൽ ഒരു 8 lakh to 10 lakh ഇടയ്ക്ക് കൊടുത്തേ പറ്റൂ. സോ അങ്ങനെ അതാണ് ത്രെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി a very effective way to identify the problematic areas of your product and understand where the greatest opportunities lie. Now, some methods you can use are conducting market and product analysis. So എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, SWOT അനാലിസിസ് ചെയ്യുന്നതെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ എന്തായാലും മാർക്കറ്റിനെ കൃത്യമായി അറിയണം അല്ലെ. എന്നിട്ട് പ്രോഡക്റ്റ്, നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റിന്റെ അനാലിസിസ് നടത്തുകയും വേണം. മറ്റുള്ള പ്രോഡക്റ്റ് അതേ സാധനം തന്നെ വേറൊരു കമ്പനി ഇറക്കുന്നുണ്ടാവും. സോ അവന്റെ ഒരു അനാലിസിസ് നമ്മൾ നടത്തേണ്ടി വരും. So then അത് കഴിഞ്ഞിട്ട് working with product marketing and sales to check if your product's value is being positioned correctly. ഇപ്പോൾ
ഇത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഈ പറഞ്ഞ പോലെ സിട്രോൺ ബസാൾട്ട് 7.99 പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പൊ ടാറ്റ കർവിന് എന്തായാലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രൈസ് റേഞ്ചിൽ വന്നേ പറ്റൂ. സോ അത് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തോ ഇല്ലേ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. ദെൻ കളക്ടിങ് കസ്റ്റമർ ഫീഡ്ബാക്ക് വിത്ത് യൂസർ റിവ്യൂ ഇന്റർവ്യൂസ് ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ്സ് ആൻഡ് UX സർവീസ്. UX എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, യൂസർ എക്സ്പീരിയൻസ് സർവീസ് ആണ് നമ്മൾ UX സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, യൂസർ എക്സ്പീരിയൻസ് സർവീസ് ആൻഡ് പ്രോഡക്റ്റ് അനാലിസിസ്. ഇപ്പോ ഏതായാലും ശരി, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇപ്പോൾ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് എടുക്കും. വണ്ടി ഫസ്റ്റ് സർവീസിന് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫീഡ്ബാക്ക് ഫോം തരും. അപ്പോൾ വണ്ടിയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് നടത്താം. ഇത് യൂസേഴ്സിനോട് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണെങ്കിൽ അവർക്ക് നടത്താം. ദെൻ ഈ പറഞ്ഞ പോലെ യൂസർ എക്സ്പീരിയൻസ് സർവേ, അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഒരു സർവേ എടുക്കാം. ദെൻ പ്രോഡക്റ്റ് അനാലിറ്റിക്സ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. Then running user tests to see how people are using your product and identify gaps and room for improvement. So ഈ ഒരു യൂസർ ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കുറവുകളാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ദി ഗോൾ ഓഫ് ദി ഐഡിയ generation stage is to come up with as many ideas as possible while focusing on delivering value to your customers. Now അടുത്തതാണ് ഐഡിയ സ്ക്രീനിങ്. അപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഐഡിയ ആയിട്ട് വന്നു. പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ SWOT അനാലിസിസും മറ്റുമൊക്കെ നടത്തി. ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും നമ്മൾ ഒരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയകളുണ്ട്, നമ്മുടെ കയ്യിൽ ഒരുപാട് ഐഡിയകളുണ്ട്. ഈ ഒരു ഐഡിയാസിനെ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്തിട്ട് ഏതിനാണ്, ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് എന്റെ ഒരു പ്രോഡക്റ്റിൽ എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം, പക്ഷെ ആ സാധനങ്ങൾ ഒരാളിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. മാക്സിമം ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരിൽ മാക്സിമം ആൾക്കാർ ഏതാണ് പറയുന്നത് അതിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. കാരണം എങ്കിലേ നമുക്ക് മൊത്തത്തിലൊരു എന്താ പറയാ ഒരു ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരാൾ പറയുന്നത് മാത്രം കേൾക്കാൻ പറ്റില്ല, കാരണം അയാൾ പറയുന്നത് ചിലപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോഡക്റ്റിന്റെ ഫൈനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ആയിട്ട് മാറും. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് റിവോൾവ്സ് around screen all your generated ideas and picking only the ones with the highest chance of success. Deciding which idea to pursue and discard depends on many factors, including the expected benefits of your consumers, product improvement most needed, then technical feasibility of marketing potential. So ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അപ്പോൾ മാക്സിമം ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞിട്ട്, കസ്റ്റമേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരെന്താണ് സജസ്റ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ മാക്സിമം മുന്നോട്ട് നിർത്താൻ നോക്കുക. Idea screening stage is best carried out within the company. Experts from different teams can help you check aspects such as the technical requirements, resource needed, and marketability of your idea. So ആ പറഞ്ഞ ഐഡിയ നമുക്ക് എന്താ പറയാ ശരിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ കമ്പനിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ അതിൽ ഒരുപാട് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ഇപ്പൊ എന്തൊക്കെ റിസോഴ്സസ് ആണ് വേണ്ടത്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡിയ സ്ക്രീനിങ് നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ദെൻ ലോജിക് ട്രീസ് like Tressa Torres opportunity solution tree. Tressa Torres എന്നൊരു വ്യക്തിയാണ്. സോ ഇവരുടെ opportunity solution tree can help you visualize a chart and chart the best path to your desired outcome. സോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ കുറേ ഐഡിയ ആയിട്ട് വരുന്നു. അപ്പൊ ഈ ഐഡിയാസ് എല്ലാം കൂടി നമ്മൾ എന്താ പറയാ ഒരുമിച്ച് ഇങ്ങനെ വെക്കും. ഒരു ഔട്ട്കം ഉണ്ട്, ഈ ഔട്ട്കമ്മിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, ഒരുപാട് ഐഡിയാസ് ഉണ്ടെന്ന് വെച്ചു. ഓപ്പർച്യൂണിറ്റി 1, ഓപ്പർച്യൂണിറ്റി 2 ആൻഡ് ഓപ്പർച്യൂണിറ്റി 3. ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി സൊല്യൂഷൻ 3 എന്ന് പറയുന്നത്. ഈ ട്രെസ ടോറസിന്റെ ഓപ്പർച്യൂണിറ്റി സൊല്യൂഷൻ 3 എന്ന് പറയുന്നത് ഇതാണ്. സോ എന്താ പറയാ, ഇത് ഓപ്പർച്യൂണിറ്റി 1 ആണ്, ഓപ്പർച്യൂണിറ്റി 2 ആണ്, ഓപ്പർച്യൂണിറ്റി 3 ആണ്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി 2 നമ്മൾ സൊല്യൂഷൻസ് ഒന്നും നോക്കുന്നില്ല, കാരണം ഇത് അത്ര ഫീസിബിൾ അല്ല. ഇത് ഒരുപാട് എന്താ പറയാ, ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെലവ് വരും. പറഞ്ഞ പോലെ മാർക്കറ്റിൽ നമുക്ക് ഇതിന് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഓപ്പർച്യൂണിറ്റി 2 നമ്മൾ ഇപ്പോഴേ കട്ട് ചെയ്ത് കളയും. ഓപ്പർച്യൂണിറ്റി 3 നോക്കിയപ്പോൾ അതിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. സോ ഇതിനെ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നാൽ ഇത്ര രൂപ ചെലവാകും, ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യും. സോ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് സൊല്യൂഷൻസിൽ. ഓപ്പർച്യൂണിറ്റി 1 നോക്കി, ഓപ്പർച്യൂണിറ്റി 1 ഒരു 3 സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2 ആൻഡ് സൊല്യൂഷൻ 3. അപ്പൊ ഇതിന് ഒരുപാട് ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടി അല്ലെ, സൊല്യൂഷൻ 1, 2, 3. അപ്പൊ സൊല്യൂഷൻ 1 നോക്കി, സൊല്യൂഷൻ 1 ആണ് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളത്, ഏറ്റവും ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി കൂടുതലായിട്ടുള്ളതും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യം സൊല്യൂഷൻ 1 ആണ്. അപ്പൊ സൊല്യൂഷൻ 1 നമ്മൾ ചൂസ് ചെയ്യും. സൊല്യൂഷൻ 2 വിട്ടു, സൊല്യൂഷൻ 3 വിട്ടു.
സൊല്യൂഷൻ വണ്ണിനെ നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും അവസാനം ഒരുപാട് ആൾക്കാരുടെ ഐഡിയകളിൽ നിന്ന് നമ്മൾ അവസാനം ഒരു ഐഡിയയിലോട്ട് എത്തി. സോ അതിൻ്റെ അകത്ത് ഓരോ എക്സ്പെരിമെന്റ്, പല എക്സ്പെരിമെന്റിൽ കൂടി അത് പാസ് ചെയ്ത് പോകും. എന്നിട്ട് അത് പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനെ എന്താ പറയാ പ്രാവർത്തികമാക്കും. സോ അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി സൊല്യൂഷൻ ട്രീ എന്ന് പറയുന്നത്. സോ അത് ഐഡിയ സ്ക്രീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് ഓപ്പർച്യൂണിറ്റി സൊല്യൂഷൻ ട്രീ എന്ന് ഓർത്തു വെക്കുക. മൂന്നാമത്തെ കാര്യമാണ് കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. സോ നമുക്ക് ഒരു ഒരു ഐഡിയ കിട്ടി അല്ലേ, നമ്മൾ ഒരു ഐഡിയ കിട്ടി, സൊല്യൂഷൻ എന്ന് പറയുന്നത് പക്കയാണ്, കുഴപ്പമില്ല, ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ആ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ആ ഒരു കൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ ഓൾ ഐഡിയാസ് പാസിംഗ് ദ സ്ക്രീനിങ് സ്റ്റേജസ് ആർ ഡെവലപ്ഡ് ഇൻ ടു കൺസെപ്റ്റ്സ്. പ്രോഡക്റ്റ് കൺസെപ്റ്റ് ഈസ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബ്ലൂ പ്രിന്റ് ഓഫ് യുവർ ഐഡിയ. അല്ലെങ്കിൽ നമുക്ക് പറയാം അല്ലെ, ഈ കൺസെപ്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബ്ലൂ പ്രിന്റ് ഓഫ് യുവർ ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഷുഡ് ഇൻഡിക്കേറ്റ് ദ ടാർഗറ്റ് മാർക്കറ്റ് ഫോർ യുവർ പ്രോഡക്റ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് മാർക്കറ്റ് ആരെയാണ്, ടീനേജേഴ്സിനെ ആണോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഉള്ള ആൾക്കാരെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയാം. ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് യുവർ സൊല്യൂഷൻ ദാറ്റ് മേ അപ്പീൽ ടു യുവർ കസ്റ്റമേഴ്സ് ആൻഡ് ദ പ്രൊപ്പോസ്ഡ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ആൻഡ് a concept should also contain the estimated cost of designing, developing and launching the product. So ഈ പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗില് കൺസെപ്റ്റ് ഡെവലപ്മെന്റിൽ ഈ കാര്യങ്ങളെല്ലാം വരും. എന്തൊക്കെയാണ്? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാകും, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാകും, ഈ പറഞ്ഞ ലോഞ്ചിങ് ഓഫ് ദ പ്രോഡക്റ്റ് അതിന് എത്ര ചെലവാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗിൽ വരും. Then developing alternative product concept will help you determine how attractive each concept is to customers and select the one which the highest value. Okay, once you have developed your concept, test each of them with a selected group of customers. Concept testing is a great way to validate product ideas with users before investing time and resources into building them. So ഇത് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് ഇന്ന സാധനം കൊടുക്കും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് അതിന്റെ അഭിപ്രായം ചോദിക്കും. അഭിപ്രായം ചോദിച്ച് അത് ഗുഡ് എന്നുള്ള ഒരു സാധനത്തിലോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു പ്രോഡക്റ്റിലോട്ടാക്കി എടുക്കാൻ നോക്കും. ഓക്കെ, സോ അതാണ് കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ വരുന്നത്. നാലാമത്തത് മാർക്കറ്റ് സ്ട്രാറ്റജി ആൻഡ് ബിസിനസ് അനാലിസിസ്. അപ്പൊ എന്താണ് മാർക്കറ്റ് സ്ട്രാറ്റജി? യു ഹാവ് സെലക്ടഡ് ദ കൺസെപ്റ്റ്. സോ കൺസെപ്റ്റിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി. It's time to put together an initial market strategy to introduce the product to the market and analyze the value of your solution from the business perspective. Now, marketing strategy serves to guide the positioning, pricing, and promotion of your new product. Once the marketing strategy is planned, product management can evaluate the business attractiveness of the product idea. The business analysis comprises a review of the sales forecast, expected cost, and profit projections. If they satisfy the company's objectives, the product can move to the product development stage. ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിസിനസ് അനാലിസിസ് നടത്തേണ്ടി വരും. അപ്പൊ ബിസിനസ് അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് പ്ലാനിങ് ചെയ്യും. അപ്പൊ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് ടൈമിൽ എത്ര പ്രോഡക്റ്റ് എവിടെ എത്തിക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ സർവേയും മറ്റൊക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അത് എവിടെയാണ്, ആരെയാണ് എയിം ചെയ്യുന്നത്, ഏത് ഏജ് ഗ്രൂപ്പിനെയാണ് എയിം ചെയ്യുന്നത്. സോ ഈ ഒരു ബിസിനസ് അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞ ശേഷം മാത്രമേ ഫൈനൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിലോട്ട് നമ്മൾ പോകും. ഏറ്റവും അവസാനം വന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. സോ നമുക്ക് അറിയാം ആരാണ് ഇതിന്റെ നീഡ്, ആർക്കാണ് ഇത് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്രയൊക്കെ പ്രൈസ് ആവും, ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ എത്ര പ്രൈസ് ആവും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിലോട്ട് പോകും. So product development stage consists of developing the product concept into finished marketable product. The product development process and the stages you'll go through will depend on your company's preference for development. So the stage usually involves creating the prototype and testing. So prototype and testing എന്ന് പറയുന്ന സംഭവം വരുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിലാണ്. ഓക്കെ, with users to see how they interact with it and collect feedback. So prototype testing allows product teams to validate design decisions. സോ ഇവിടെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇത് കസ്റ്റമേഴ്സിന്റെ കയ്യിലെത്തി. അത് കഴിഞ്ഞിട്ടും അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് നമ്മൾ എടുക്കും. സോ പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് allows product teams to validate design decision and uncover any flaws or usability issues before handling the design to the development team. Okay. ഇനി ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം. എന്താണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്? സോ ഇറ്റ് ഇൻവോൾവ്സ് releasing the finished product to the sample market to evaluate its performance under predetermined marketing strategy. സോ ഒരു ടെസ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ പ്രീ ഡിറ്റർമിൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയും. ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. ഓക്കെ, സാമ്പിൾ മാർക്കറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഏത് പ്രോഡക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് കൊടുത്തു നോക്കും. സോ അതിനാണ് നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ദർ ആർ 2 ടെസ്റ്റിംഗ് മെത്തേഡ്സ് യു ക്യാൻ എംപ്ലോയ്. സോ ഒന്ന് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയും,
is a software testing used to identify bugs before releasing the product to the public. So പബ്ലിക്കിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ ഈ എന്താ പറയാ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പോ നമുക്ക് എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ വണ്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് നമുക്ക് അതിനെ സിമുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോ ഫോർ എക്സാമ്പിൾ സേ ഇതിന്റെ പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ നമുക്ക് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ എത്ര പൊല്യൂഷൻ അത് ഉണ്ടാക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ അത് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയും. ദെൻ ബീറ്റ ടെസ്റ്റിംഗ് എന്നൊരു സംഭവമുണ്ട്. ഇറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ആക്ച്വൽ യൂസേഴ്സ് ടു യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് ഗീവ് ദെയർ ഫീഡ്ബാക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ആക്ച്വൽ യൂസേഴ്സിന് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ആൽഫ ടെസ്റ്റിംഗ് ഉണ്ട്, ബീറ്റ ടെസ്റ്റിംഗ് ഉണ്ട്. ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് any computer software you are testing the product, then it is alpha testing. And beta testing, directly you are giving the product to the customers. Okay, the goal of the test marketing stage is to validate the entire concept behind the new product and get ready to launch the product. ഇനി ഏറ്റവും അവസാനമാണ് പ്രോഡക്റ്റ് ലോഞ്ചിലോട്ട് വരുന്നത്. ഒരുപാട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ പ്രോഡക്റ്റ് ലോഞ്ചിലോട്ട് വരാണ്. സോ at this point you are ready to introduce your product your new product to the market. Ensure your product marketing, sales and customers support team are are in place to guarantee a successful launch and monitor performance. Okay, like blah blah things on product launch. Remember, product launch is a critical part. While product launch focuses on the initial introduction, commercialization include the entire timeline for product development to market saturation. So product launch നമുക്കറിയാം ഏറ്റവും അവസാനം പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനാണ് പ്രോഡക്റ്റ് ലോഞ്ച് എന്ന് പറയുന്നത്. So to better understand how to prepare go-to-market strategy, there are some essential elements to consider. So ഈ പറഞ്ഞ പോലെ go-to-market strategy എന്താന്ന് നോക്കാം. Go-to-market strategy. So അതിൽ ആദ്യം എയിം ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയാണ്. So understand who will be making the final purchasing decision and why they will be purchasing your product. So ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് കസ്റ്റമേഴ്സിനെയാണ് എയിം ചെയ്യുന്നത്, ലേഡീസിനെയാണോ ജെന്റ്സിനെയാണോ ഏത് ഏജ് ഗ്രൂപ്പിനെയാണ് എന്നുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി, അതായത് മാർക്കറ്റ് സ്റ്റഡി നമ്മൾ നടത്തേണ്ടി വരും. ദെൻ വാല്യൂ പ്രൊപ്പോസിഷൻ. സോ ഐഡന്റിഫൈ വാട്ട് മേക്സ് യു ഡിഫറെന്റ് ഫ്രം ദി കോമ്പറ്റീഷൻ ആൻഡ് വൈ പീപ്പിൾ ഷുഡ് ചൂസ് യുവർ പ്രോഡക്റ്റ്. അപ്പോൾ എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ ഓൾറെഡി മാർക്കറ്റിലുള്ള വേറൊരു പ്രൊഡക്റ്റുമായിട്ട് ഡിഫറെന്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ വേറെ എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജിങ് അല്ലെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെ പലതരത്തിലുള്ള മെസ്സേജസ് നമുക്ക് കൊടുത്തുകൊണ്ട് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് സോ ഡിറ്റർമിൻ ഹൗ യു വിൽ കമ്മ്യൂണിക്കേറ്റ് യുവർ പ്രോഡക്ട്സ് വാല്യൂ ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ആൾക്കാരിലോട്ട് കൃത്യമായി മെസ്സേജസ് എത്തുക. സോ ആ മെസ്സേജസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പല ചാനൽസ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ പിക്ക് ദ റൈറ്റ് മാർക്കറ്റിംഗ് ചാനൽസ് ടു പ്രൊമോട്ട് യുവർ പ്രോഡക്റ്റ് സച്ച് ആസ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ ആയിട്ടൊക്കെ നമുക്ക് വരാറുണ്ടല്ലേ. ആൻഡ് സോഷ്യൽ മീഡിയ, വിത്ത് ഹെൽപ്പ് ഓഫ് സോഷ്യൽ മീഡിയ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ പല ഇതും ആൻഡ് മോർ അല്ലെ. Then you will need to constantly track and measure the success of your product launch and make adjustment if it doesn't achieve the desired goals. So ഇതിനെയാണ് നമ്മൾ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് കസ്റ്റമേഴ്സിനെ എങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ മറ്റുള്ള പ്രൊഡക്റ്റുമായിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം ആണ് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുക. ദെൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ മെസ്സേജ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ. വിത്ത് ഹെൽപ്പ് ഓഫ് സോഷ്യൽ മീഡിയ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു 2 പരസ്യം എന്തായാലും വരും. സോ അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തും മറ്റുമൊക്കെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നതിനാണ് പറയുന്നത്. സോ അതിനാണ് ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിലബസിൽ കാണുന്ന വേറൊരു ടോപ്പിക്കാണ് കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് ഈ ഒരു എക്സാമ്പിൾ ഈ ഒരു ഫിഗർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സീക്വൻഷ്യൽ ഫ്ലോ, ഇപ്പൊ പഴയ രീതിയിലെ കമ്പനികളൊക്കെ ഈ സീക്വൻഷ്യൽ ഫ്ലോ ആണ് ഫോളോ ചെയ്യുന്നത്. ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആ കൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ശേഷം എന്താ പറയുക പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ സിമുലേഷൻസ്. ഈ ഒരു ഓർഡർ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, ഇതൊരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്താണ്. പ്രൊഡക്ഷൻ പ്ലാനിങ് ചെയ്യുന്നു, ഏറ്റവും അവസാനം റോൾ ഔട്ട് ചെയ്യുന്നു, മാർക്കറ്റിൽ പ്രോഡക്റ്റ് എത്തുന്നു. അതാണ് നമ്മൾ സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയാം. ഇനി എന്താണ് കൺകറന്റ് ഫ്ലോ? കൺകറന്റ് ഫ്ലോയിൽ നമുക്ക് കാണാൻ പറ്റും ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ്, പക്ഷേ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് പകുതിയായി കഴിയുമ്പോൾ തന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങും അല്ലെ. ഇപ്പൊ കൺസ്ട്രക്ഷൻ തുടങ്ങി കുറച്ചായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് തുടങ്ങി കുറച്ചാകുമ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ് തുടങ്ങും. പ്രൊഡക്ഷൻ പ്ലാനിങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിന്റെ ഒരു പകുതി ആകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ റോൾ ഔട്ടും തുടങ്ങും, അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസും ചെയ്യും. സോ ഇവിടെ സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. കാരണം ഇതെല്ലാം എന്താ പറയാ
സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുകയാണ്. ഓരോ കാര്യം തുടങ്ങി അത് തീരുന്നതിന് മുന്നേ തന്നെ മറ്റേത് തുടങ്ങി കഴിയുക. സോ അതിനെയാണ് കൺകറന്റ് ഫ്ലോ അല്ലെങ്കിൽ കൺകറന്റ് ഫ്ലോ എന്ന് പറയാം. കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്നാണ് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുള്ളത് സിലബസിൽ. സോ ഇസ് ഓൾസോ നോൺ ആസ് സൈമൾട്ടേനിയസ് എഞ്ചിനീയറിംഗ്. സോ അതിന് വേറൊരു വേർഡ് കൂടി ഉണ്ട്, simultaneous engineering എന്ന് പറയും. is a method of designing and developing products in which the different stages run simultaneously rather than consecutively. So ഒരെണ്ണം തുടങ്ങി അത് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അടുത്ത തുടങ്ങുന്നു. സോ അതിനെയാണ് നമ്മൾ കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. It decreases the product development time and also time to market, leading to improved productivity and reduced cost. അപ്പോൾ ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇപ്പോ ഈ ഒരു സീക്വൻഷ്യൽ ഫ്ലോയിൽ ഇൻവെന്ററി എന്ന് പറയുന്നതൊക്കെ ഇൻവെന്ററി കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഇത് എത്തുന്നതിന് മുന്നേ തന്നെ ഇത് ഒരുപാട് നേരം കമ്പനി ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഹോൾഡിംഗ് കോസ്റ്റ് വളരെ കൂടും. അതേസമയം ഇവിടെ നോക്കി കൺകറന്റ് ഫ്ലോയിൽ ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ച് തന്നെ ഇത് കമ്പനി റോൾ ഔട്ട് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഇത്രയും നേരം അത് കമ്പനിയിൽ ഇരിക്കേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കുറയും. സോ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും. ഓക്കെ, ഇനി കൺകറന്റ് എഞ്ചിനീയറിംഗിന്റെ കുറച്ച് എന്താ പറയാ ബെനിഫിറ്റ്സ് ആണ് ഓൾറെഡി കണ്ടതാണ് അല്ലെ. റെഡ്യൂസ് ടൈം ടു മാർക്കറ്റ്, മാർക്കറ്റിൽ എത്താൻ വേണ്ടിയുള്ള ടൈം കുറവാണ്. കാരണം നമ്മൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ കണ്ടു ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക്, അതായത് ഇവിടെ പ്രോട്ടോടൈപ്പിംഗ് സിമുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ കൺകറന്റ് ഫ്ലോയിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് മാർക്കറ്റിലോട്ട് സാധനം എത്തിക്കഴിഞ്ഞു. സോ റെഡ്യൂസ് ടൈം ടു മാർക്കറ്റ്, ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ക്വാളിറ്റി. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യും. എങ്ങനെ ഇംപ്രൂവ് ചെയ്യും? കാരണം ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് ഇവിടെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ ഇത് കൊടുക്കും. അപ്പൊ ഇവർ തമ്മിൽ ആക്ച്വലി എന്താ പറയാ, ഇവന്റെ കൺസെപ്റ്റിന്റെ പരിപാടി കഴിഞ്ഞ ശേഷമാണ് കൺസ്ട്രക്ഷനിൽ എത്തുന്നത്. അതേസമയം ഇവിടെ നോക്കി ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പോ അവർക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ ടീമിന്റെ ഒരു സജഷൻസ് ഇവിടെ കൊടുക്കാൻ പറ്റും, കൺസെപ്റ്റിന്റെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ എന്ത് സംഭവിക്കും? ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ക്വാളിറ്റി. അപ്പൊ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ ലോവർ കോസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ കോസ്റ്റ് ലോവർ ആയി വരും. ദെൻ എൻഹാൻസ്ഡ് ഇന്നോവേഷൻ. സോ ഈ പറഞ്ഞ പോലെ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നമുക്ക് ഈ ഒരു 3 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ 3 പേരും ഈ കൺസെപ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ പ്രോട്ടോടൈപ്പിംഗും സിമുലേഷനും തുടങ്ങി കഴിഞ്ഞു. സോ ഈ ഒരു 3 ഡിപ്പാർട്ട്മെന്റും ആക്ച്വലി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്നോവേഷൻ എന്ന് പറയുന്ന സാധനം കൂടും, ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ. ദെൻ ബെറ്റർ റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ ഇതുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ തന്നെ റിസ്ക് മാനേജ്മെന്റും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് എന്താ പറയാ, ഇവിടെ ഓൾറെഡി കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കൺസ്ട്രക്ഷനിലോട്ട് വന്നു. അപ്പോഴാണ് കൺസ്ട്രക്ഷൻ ടീമിന് മനസ്സിലാവുന്നത് അയ്യോ എനിക്ക് ഇതിനുള്ള മെഷീനറി ഇല്ല എന്ന്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? പുതിയൊരു സാധനം ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഒരുപാട് ചെലവ് വരും. ചിലപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാതെ അവർ ചെയ്യാൻ നോക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേസമയം കൺസെപ്റ്റും കൺസ്ട്രക്ഷനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇവർ പറയും, ഒരു കൺസെപ്റ്റ് ആയിട്ട് വരുമ്പോൾ കൺസ്ട്രക്ഷൻ ടീം പറയും, ഓ എനിക്ക് അത് മാനുഫാക്ചർ ചെയ്യാനുള്ള മെഷീനറി എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അവർ ഈ കൺസെപ്റ്റിന്റെ കാര്യം മാറ്റും. ദാറ്റ്സ് ഇറ്റ്. സോ അതാണ് അപ്പോൾ ബെറ്റർ റിസ്ക് മാനേജ്മെന്റ് നമുക്ക് പറയാം. ദെൻ എന്തൊക്കെയാണ് ചലഞ്ചസ് ഇൻ കൺകറന്റ് എഞ്ചിനീയറിംഗ്? കോംപ്ലക്സിറ്റി ഇൻ കോർഡിനേഷൻ. നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ. അപ്പം എന്തായാലും ഒരുപാട് ആൾക്കാർ വരും. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവിടെ ഒരു കോംപ്ലക്സിറ്റി വരും. കോർഡിനേഷൻ കൃത്യമായി നടന്നില്ലെങ്കിൽ ഒരു കോംപ്ലക്സിറ്റി അവിടെ വരും. ഒരാൾ പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തീരുമാനിച്ച ഒരു തീരുമാനം അത് മറ്റേ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ അതിന് കോംപ്ലക്സിറ്റി ഇൻ കോർഡിനേഷൻ എന്ന് പറയാം. ദെൻ പൊട്ടൻഷ്യൽ ഫോർ ഇൻക്രീസ് അപ്ഫ്രണ്ട് കോസ്റ്റ്. സോ അപ്ഫ്രണ്ട് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ എന്തായാലും നല്ല ചെലവ് വരും. ഈ പറഞ്ഞ പോലെ ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് കൺകറന്റ് എഞ്ചിനീയറിംഗ് മേ റിക്വയർ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടൂൾസ്, ട്രെയിനിങ് ആൻഡ് കോർഡിനേഷൻ എഫേർട്സ്. അതിനെയാണ് നമ്മൾ അപ്ഫ്രണ്ട് കോസ്റ്റ് എന്ന് പറയാം. ഒരു ലോങ് ടേം റണ്ണിൽ മാത്രമേ നമുക്ക് ഇതിനെ കൃത്യമായിട്ടുള്ള കോർഡിനേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഹൗ ദീസ് കോസ്റ്റ് ആർ ഓഫൺ ഓഫ്സെറ്റ് ബൈ ലോങ് ടേം സേവിങ്സ് അച്ചീവ്ഡ് ത്രൂ റിഡ്യൂസ് ഡെവലപ്മെന്റ് ടൈം ആൻഡ് ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ ആദ്യം വരുന്ന ഒരു എന്താ പറയാ കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. ദെൻ ചേഞ്ച് മാനേജ്മെന്റ്. ഇപ്പൊ ചേഞ്ച് മാനേജ്മെന്റ് പെട്ടെന്ന് ഒരു കമ്പനി ഓൾറെഡി എന്താ പറയാ കൺവെൻഷണൽ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ കൺകറന്റ് എഞ്ചിനീയറിംഗിലോട്ട് മാറണം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളിന് ചെറിയ കൺസെപ്ച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി വേണ്ടി വരും. സോ അതാണ് ഇവിടെ പറയുന്നത് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. ദെൻ റിസ്ക് ഓഫ് ഓവർലാപ്പിംഗ് വർക്ക്. അപ്പൊ ഓവർലാപ്പിംഗ് വർക്ക് ഒരാൾ ചെയ്ത പണി അപ്പൊ ഇതിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ, ഇപ്പൊ പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് സിമുലേഷനും പ്രൊഡക്ഷൻ പ്ലാനിങ്ങും എടുത്തു. ഇപ്പൊ പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് സിമുലേഷൻ ഒരു ജോലി ചെയ്തു, ഇവന്മാർ ചെയ്ത് കഴിഞ്ഞ ജോലിയാണ്. ഓക്കെ,
പക്ഷേ പ്രോപ്പറായിട്ട് കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ പ്രൊഡക്ഷൻ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റും അതേ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ ഓവർലാപ്പിംഗ് ഓഫ് വർക്ക് വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, കാരണം രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട്. സോ പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. പക്ഷെ കോർഡിനേഷൻ ഇല്ല എങ്കിൽ ഒരേ ജോലി തന്നെ രണ്ടുപേരും, ഐ മീൻ ഇപ്പൊ ക്വാളിറ്റി ചെക്ക് എന്ന് വെച്ചു, ഇപ്പൊ പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് സിമുലേഷൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ ക്വാളിറ്റി കൺട്രോൾ ചെയ്തു, പക്ഷെ അത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞില്ല. സോ അവർ പിന്നെയും ക്വാളിറ്റി കൺട്രോൾ ചെയ്യും. സോ അവിടെ പിന്നെയും ഈ പറഞ്ഞ പോലെ റിസ്ക് ഓഫ് ഓവർലാപ്പിംഗ് വർക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി വരുന്നൊരു ടേമാണ് വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് അല്ലെങ്കിൽ വാല്യൂ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയും. ക്വസ്റ്റ്യൻ പേപ്പറിൽ വാല്യൂ എഞ്ചിനീയറിംഗ്, എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ എന്താണ് വാല്യൂ അനാലിസിസ് എന്ന് നോക്കാം. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ദാറ്റ് യൂസസ് എ കോമ്പിനേഷൻ ഓഫ് ക്രിയേറ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ ടെക്നിക്സ് ടു ഇവാലുവേറ്റ് ദ വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ്, service or processes. It can be used to identify ways to improve value, reduce cost and maximize profit. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഐഡന്റിഫൈ വേസ് ടു ഇംപ്രൂവ് വാല്യൂ. നമ്മളെ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂട്ടാനും അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും ചെയ്യുന്നതാണ് വാല്യൂ അനാലിസിസ്. അല്ലെങ്കിൽ വാല്യൂ അനാലിസിസ് ഓൾസോ നോൺ ആസ് വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് വാല്യൂ മാനേജ്മെന്റ്. സോ വാല്യൂ എഞ്ചിനീയറിംഗ് എന്നും വാല്യൂ മാനേജ്മെന്റ് എന്നും വാല്യൂ അനാലിസിസ് അറിയപ്പെടുന്നത്. ഓക്കെ, മാക്സിമം നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂട്ടുക. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ മൂല്യം, അതിന്റെ മാർക്കറ്റിലുള്ള മൂല്യം കൂട്ടുക. അതോടൊപ്പം തന്നെ അതിന് വലിയ കോസ്റ്റ് ഉള്ള ഒരു ആക്കാനും പാടില്ല, അതേസമയം കമ്പനിക്ക് പ്രോഫിറ്റ് വേണം. അപ്പൊ അതിനെയാണ് നമ്മൾ വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. So value analysis follows a structured process that typically includes the following steps. ഇപ്പൊ വാല്യൂ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഇൻഫർമേഷൻ ഗാദറിംഗ് ചെയ്യണം. കളക്ടിങ് ഡേറ്റ ഓൺ ദ കറന്റ് പ്രോഡക്റ്റ്, പ്രോസസ് ഓർ സർവീസ്. സോ ഇൻഫർമേഷൻ ഗാദർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ അനാലിസിസ്, ഐഡന്റിഫൈങ് ആൻഡ് അനലൈസിംഗ് ദ ഫംഗ്ഷൻസ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് മസ്റ്റ് പെർഫോം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏത് ഫംഗ്ഷൻസ് ആണ് അത് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഏത് മെഷീൻ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ക്വാളിറ്റിയിലും കൂടുതൽ കോസ്റ്റ് കുറഞ്ഞും നമുക്ക് അതിനെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ക്രിയേറ്റീവ് ഫേസ്, ജനറേറ്റിംഗ് ഐഡിയാസ് ഫോർ ഓൾട്ടർനേറ്റീവ് വേസ് ടു അച്ചീവ് ദ റിക്വയർഡ് ഫംഗ്ഷൻസ്. സോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, സോ അതിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഐഡിയാസ് ഉണ്ടോ ഇല്ലേ. ദെൻ ഇവാലുവേറ്റ് ചെയ്യുക, അസസിംഗ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ടിംഗ് ദ മോസ്റ്റ് വയബിൾ ഓപ്ഷൻ. സോ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ആദ്യം ഗ്യാദർ ചെയ്തു, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തു, പിന്നെ ഫംഗ്ഷണൽ അനാലിസിസ് നടത്തി, ക്രിയേറ്റീവ് ഫേസിൽ ഏത് ഫംഗ്ഷൻ ആണ് വേണ്ടത് നമ്മൾ ചൂസ് ചെയ്തു, അതിനുശേഷം അതിനെ ഇവാലുവേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്തു. So putting the selected alternatives into practice. Okay. And ഏറ്റവും അവസാനം പിന്നെന്താ, അത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കും അല്ലെ, റിവ്യൂയിങ് ദ റിസൾട്ട് ടു എൻഷുർ ദാറ്റ് ദ ഡിസൈൻ വാല്യൂ ഇംപ്രൂവ്മെന്റ്സ് ആർ റിയലൈസ്ഡ്. നൗ ആപ്ലിക്കേഷൻസ് ഓഫ് വാല്യൂ അനാലിസിസ്. എവിടെയൊക്കെ നമുക്ക് വാല്യൂ അനാലിസിസ് യൂസ് ചെയ്യാം? പ്രോഡക്റ്റ് ഡിസൈനിൽ യൂസ് ചെയ്യാം, പ്രോസസ് ഇംപ്രൂവ്മെന്റിൽ യൂസ് ചെയ്യാം, സർവീസ് ഡെലിവറിയിൽ. പ്രോഡക്റ്റ് ഡിസൈനിൽ ദ റീഡിസൈനിങ് ദ പ്രോഡക്ട്സ് ടു റിഡ്യൂസ് മെറ്റീരിയൽ കോസ്റ്റ്, സിംപ്ലിഫൈ മാനുഫാക്ചറിങ് ഓർ ഇംപ്രൂവ് ഫംഗ്ഷനാലിറ്റി. അപ്പോൾ എന്താ പറയാ, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയലിന്റെ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം. പക്ഷെ മെറ്റീരിയലിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴും റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് കൂടുതൽ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റീനെ അത് വലിയ രീതിയിൽ അഫക്ട് ചെയ്യുന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പൊ സിംപ്ലിഫൈ മാനുഫാക്ചറിങ്. അപ്പൊ മാനുഫാക്ചറിംഗിലോട്ട് വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ എന്നുള്ള കാര്യം. പിന്നെ ഇംപ്രൂവ് ഫംഗ്ഷനാലിറ്റി. ദെൻ പ്രോസസ് ഇംപ്രൂവ്മെന്റ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രോസസ്സിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? സ്ട്രീം ലൈനിങ് പ്രോസസ് ടു എലിമിനേറ്റ് വേസ്റ്റ്, റെഡ്യൂസ് സൈക്കിൾ ടൈംസ് ഓർ ഇംപ്രൂവ് എഫിഷ്യൻസി. വേസ്റ്റ് മാക്സിമം, ഈ പറഞ്ഞ റോ മെറ്റീരിയൽസിന് വേസ്റ്റേജ് മാക്സിമം ഒഴിവാക്കാൻ നോക്കും. ദെൻ സർവീസ് ഡെലിവറി, എൻഹാൻസിംഗ് ദ ഡെലിവറി ഓഫ് സർവീസസ് ബൈ ഒപ്റ്റിമൈസിംഗ് റിസോഴ്സസ് ആൻഡ് ഇംപ്രൂവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സോ അതാണ് വാല്യൂ അനാലിസിന്റെ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രീൻ മാനുഫാക്ചറിംഗ്. ഇപ്പൊ ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലേ, ആ വാക്ക് തന്നെയുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇപ്പൊ ഓട്ടോമൊബൈൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ശരി, ഇപ്പൊ വണ്ടികളൊക്കെ നമുക്ക് പറയാം BS6 ഇനിയിപ്പോ BS7 വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. സോ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സാധാരണ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന സോപ്പ് മാനുഫാക്ചറിങ് കമ്പനീസ് ആയാലും ശരി, അവിടെയും ഒരുപാട് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഉണ്ടാവാൻ ചാൻസ്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റഡി നടത്തുന്നതാണെങ്കിൽ നമ്മൾ ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന് പറയാം. refers to the process of producing goods in a way that minimize environmental impact and conserves natural resources. അപ്പൊ നാച്ചുറൽ റിസോഴ്സസിനെ ഒരുപാട് എന്താ പറയാ,
കൺസേർവ് ചെയ്യുക. സോ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമൊബൈൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എല്ലാവരും EV മാറുന്നുണ്ട്, അല്ലെ ഇലക്ട്രിക് വെഹിക്കിളിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്രോളിയം പ്രോഡക്ട്സും മറ്റുമൊക്കെ എന്തായാലും അതിന്റെയൊക്കെ ഒരു ഇത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പെട്രോൾ ആയാലും ശരി, ഡീസൽ ആയാലും ശരി, അതിന്റെയൊക്കെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എർത്തിൽ. സോ ഇപ്പൊ EV മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇൻവോൾവ്സ് അഡോപ്റ്റിംഗ് പ്രാക്ടീസസ്, ടെക്നോളജീസ് ആൻഡ് മെറ്റീരിയൽസ് ദാറ്റ് റെഡ്യൂസസ് ദ പൊല്യൂഷൻ, എനർജി കൺസംപ്ഷൻ ആൻഡ് വേസ്റ്റ്, while also focusing on sustainability throughout the product's life cycle. So വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് തെർമൽ പവർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ തെർമൽ പവർ പ്ലാന്റിൽ എന്തായാലും കോൾ വേണ്ടി വരും. അപ്പൊ ആ ഒരു കോൾ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സ് ആണ്, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സോളാറിലോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു വരും. അപ്പൊ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ റിസോഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് ഗ്രീൻ മാനുഫാക്ചറിങ് അതും വെച്ച് നമുക്ക് പറയാനേ ഉള്ളൂ. സോ ദ ഗോൾ ഓഫ് ഗ്രീൻ മാനുഫാക്ചറിങ് ഇസ് ടു ക്രിയേറ്റ് products that are environmentally friendly and sustainable from their design and production to their use and disposal. സോ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ സോളാറിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും കോൾ വെച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ആവും. സോ നമ്മൾ സോളാർ പവർ പ്ലാന്റിലോട്ട് മാറുകയാണെങ്കിൽ ആ പറഞ്ഞ പോലെ ബൈ പ്രോഡക്ട്സോ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. സോ അതാണ് ഗ്രീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഇപ്പൊ വണ്ടികളുടെ കാര്യത്തിലായാലും ശരി, ഇപ്പോ എന്താ പറയാ, പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായാലും ശരി വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ പർട്ടിക്കുലർ മാറ്റർ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അറ്റ്മോസ്ഫിയറിലോട്ട് പോവുകയും പൊല്യൂഷൻ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ EV മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാര്യം, EV മാറിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്ന സാധനം കൂടും. അത് നമുക്ക് എന്താണെന്ന് ഇനി ഭാവിയിൽ കാണാം. എന്തായാലും അറ്റ് പ്രസന്റ് ഈ പറഞ്ഞ EV കൊണ്ട് നമുക്കൊരു ഗ്രീൻ പൊല്യൂഷൻ ഒരു വിധം, നമുക്ക് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഒരു വിധം കുറയ്ക്കാൻ പറ്റും. ബട്ട് ഇതിനെ കൃത്യമായിട്ട് റീസൈക്കിൾ ചെയ്യേണ്ടി വരും. ഇതിനെ നമ്മൾ ഈ പറഞ്ഞ വണ്ടികളുടെ ബാറ്ററി എന്ന് പറയുന്ന 9 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് ആയിരിക്കും വാറണ്ടി. അത് കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ കൃത്യമായിട്ട് നമ്മൾ റീസൈക്കിൾ ചെയ്യണം. റീസൈക്കിൾ ചെയ്യാതെ ഇതിനെ വേസ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭൂമിക്ക് ഭാരമാവും. സോ അതൊക്കെയാണ് ഗ്രീൻ മാനുഫാക്ചറിംഗിൽ പറയുന്നത്. സോ ഗ്രീൻ മാനുഫാക്ചറിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സോ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ നമുക്ക് അറിയാം അല്ലെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നത് കോസ്റ്റ് സേവിങ്. കോസ്റ്റ് സേവിങ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ തെർമൽ പവർ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി വീട്ടിൽ വലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് കാശ് കൊടുക്കേണ്ടി വരും. അതേസമയം നമ്മൾ സോളാർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, പിന്നെ നമുക്ക് എന്താ പറയാ വേറെ ചെലവ് വരത്തില്ല. ദെൻ എൻഹാൻസ്ഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. ഇപ്പൊ ചില കമ്പനികൾ ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മളതെല്ലാം എന്താ പറയാ ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം കൊടുത്തൊക്കെ വരാറുണ്ട്. അപ്പൊ ചില കസ്റ്റമേഴ്സിന് അതായിരിക്കും താല്പര്യം, പൊല്യൂഷൻ ഉണ്ടാവാത്ത ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ അവർ അപ്പൊ അതിലോട്ട് പോകും. സോ കമ്പനീസ് ദാറ്റ് അഡോപ്റ്റ് ഗ്രീൻ മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് ഓഫൻ enjoy a better reputation with customers who are increasingly concerned about the environmental issues. A commitment to sustainability can differentiate a brand and attractive environmentally conscious കസ്റ്റമേഴ്സ്. ഓക്കെ, പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ചില കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രീൻ മാനുഫാക്ചറിങ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. ദെൻ കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്. അപ്പൊ ഇപ്പൊ ഒരുപാട് നിയമങ്ങളൊക്കെ ഒരുപാട് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ കമ്പനീസ് അവരുടെ എന്താ പറയാ അവരുടെ മാനുഫാക്ചറിങ് രീതികളിലും മാറ്റങ്ങൾ വരുത്തുക. സോ ദാറ്റ് ഈസ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്. ദെൻ ഇന്നോവേഷൻ ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്. അപ്പോൾ അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ്നെസ് പറയുമ്പോൾ പല കമ്പനികൾ ഉണ്ടാവും. ഗ്രീൻ മാനുഫാക്ചറിങ്ങിലോട്ട് ഒരുപാട് പേര് മാറി മാറി വരുമ്പോൾ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഒരു കോമ്പറ്റീറ്റീവ് ഇത് വരും. അതാണ് ഇന്നോവേഷൻ ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയാം. ദെൻ എംപ്ലോയി ആൻഡ് കമ്മ്യൂണിറ്റി വെൽബീങ്. അപ്പോൾ reducing harmful emissions and waste not only protect the environment but also improve the health and safety of employees and surrounding communities. അപ്പോൾ ഇതുപോലെ കമ്പനിയിൽ ഇപ്പോൾ ഫാക്ടറീസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ എക്സോസ്റ്റ് ആയിട്ട് ഒരുപാട് ഈ പറഞ്ഞ പുകയും മറ്റുമൊക്കെ വരും. അപ്പൊ അതൊക്കെ ശ്വസിക്കും ഈ എംപ്ലോയീസ്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ മാനുഫാക്ചറിങ് എന്നുള്ള രീതിയിലോട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഹാർംഫുൾ എമിഷൻസ് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അത് എംപ്ലോയീസിനും നല്ലതാണ്. ദെൻ ചാലഞ്ചസ് ഓഫ് ഗ്രീൻ മാനുഫാക്ചറിങ് എന്താണ്? ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് നമുക്കിപ്പോ സോളാർ പവർ പ്ലാന്റിലോട്ട് നമ്മൾ മാറുകയാണ്, നമ്മൾ ഇലക്ട്രിസിറ്റി മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെ കോംപ്ലക്സിറ്റി ഇൻ ഇംപ്ലിമെന്റേഷൻ, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാവും. Transitioning to green manufacturing can be complex, requiring changes to existing processes, retraining of employees and coordination across the supply chain. അവിടെ ഇപ്പോ പല രീതിയിലല്ലേ ഒരു കമ്പനിയിൽ കുറെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഓൾറെഡി സെറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ പെട്ടെന്ന് ഗ്രീൻ മാനുഫാക്ചറിങ് എന്നുള്ള രീതിയിലോട്ട് മാറുമ്പോൾ കമ്പനീസ് നല്ല മെഷീൻസ് മാറ്റേണ്ടി വരും. അതോടൊപ്പം തന്നെ അവരുടെ എംപ്ലോയീസിനെ ട്രെയിനിങ് ചെയ്യേണ്ടി വരും. സോ അതാണ് കോംപ്ലക്സിറ്റി ഇൻ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയാം. ദെൻ ബാലൻസിങ് സസ്റ്റൈനബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. But while green manufacturing can lead to long-term cost saving, there may be short-term challenges in balancing sustainability effort with profitability, especially in industries with tight margins. ചെറിയ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ ഒരു സസ്റ്റൈനബിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഗ്രീൻ മാനുഫാക്ചറിങ്ങിലോട്ട് മാറുമ്പോൾ അവർക്ക് ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് താങ്ങാൻ പറ്റാതെ വരും, അവർ നഷ്ടത്തിലോട്ട് പോവുകയും ചെയ്യും. സോ എന്താ പറയുക, ഒരു ലോങ് ടേം ആയിട്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഗ്രീൻ മാനുഫാക്ചറിങ്ങിലോട്ട് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ലാഭത്തിലോട്ട് വരാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വേറൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ദെൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി. അപ്പോൾ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ ബാറ്ററി അല്ലെ, ബാറ്ററി മുമ്പൊക്കെ ലെഡ് ആസിഡ് ആയിരുന്നു, ഇപ്പൊ ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലെഡ് ആസിഡ് ബാറ്ററി ഒരുപാട് എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് നേരെ എന്താ പറയാ ഒരു ലിഥിയം അയൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ടൈം എന്ന് പറയുന്നത് അല്ലെ, ഒരുപാട് ടൈം ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചൂടാവത്തില്ല, അത് പൊട്ടിത്തെറിക്കത്തില്ല. അപ്പോൾ അതുപോലത്തെ കുറെ കാര്യങ്ങൾ നമുക്കറിയാം ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ്. സോ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ ഗ്രീൻ മാനുഫാക്ചറിങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ പറയുമ്പോൾ അവർ നേരെ പോകുന്നത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ട് മാറുമ്പോൾ അത് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ വേറെ പല പ്രൊഡക്റ്റുകളും ഈ പറഞ്ഞ ഗ്രീൻ മാനുഫാക്ചറിങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി യൂസിങ് ഓർഗാനിക് ആൻഡ് സസ്റ്റൈനബിൾ ഫൈബേഴ്സ്, റിഡ്യൂസിങ് വാട്ടർ ആൻഡ് എനർജി യൂസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ക്ലീനർ ഡൈയിങ് പ്രോസസ്സസ്. അപ്പൊ ഡൈയിങ് പ്രോസസ് ഒക്കെ അതിനെയൊക്കെ കളർ ചെയ്യാനും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നത് പറഞ്ഞ കെമിക്കൽസും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതുപോലെ എന്താ പറയാ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ്, ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. ഇനി എന്താണ് പ്രോസസ് ഡിസൈൻ? ഇറ്റ് ഈസ് എ മെത്തേഡ് a company uses to understand organizational processes and ways to improve them. അപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി, പ്രോസസ് ഡിസൈൻ എന്താണെന്ന് നേരത്തെ ഒന്ന് പറഞ്ഞു പോയി. വേറൊന്നുമല്ല, അതായത് നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ ഒരു സാധനം മാനുഫാക്ചർ ചെയ്യണം. അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റ് പല പല പ്രോസസ്സ് വഴി കടന്നു പോകുന്നുണ്ടോ. സോ അതിനെ കൃത്യമായി സ്റ്റഡി ചെയ്തുകൊണ്ട് ഒരു പ്രോസസ്സിൽ ഒരു എന്താ പറയാ പുതിയൊരു ഡിസൈൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ പ്രോസസ്സ് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഒരു സ്റ്റഡി നടത്തുന്നതാണ് പ്രോസസ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് അപ്ലൈസ് ടു കമ്പനീസ് വാണ്ട് ടു സ്റ്റാർട്ട് ന്യൂ സർവീസസ് ഓർ പ്രൊഡക്റ്റ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറെ കാലമായിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം, അതിൽ ആ ഒരു പ്രൊഡക്റ്റിൽ പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവരണം. സോ അങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ് ഡിസൈൻ എന്ന് പറയുന്നത് മാറ്റേണ്ടി വരും. സോ പുതിയ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്ന ടൈമിലാണ് നമ്മൾ പ്രോസസ് ഡിസൈൻ ചെയ്യുക. An organization knows how to expand in a practical approach towards customers. It also clarifies company services and products, which helps you to develop business value. You'll be able to guide and ensure that company is working in the right direction at each step. So moreover, you can manage and analyze the company's work with process design. In addition, the company can focus closely on every process and work on improvement. If any department needs to be improved, you will have to solve it with clear procedures and efficient work. The management helps to build employees to work in the same as well as multiple teams to grow business. See, പ്രോസസ് ഡിസൈൻ ഇത്രയൊന്നും വായിച്ച് ഭ്രാന്താവണ്ട, ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കമ്പനിക്ക് പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവരണം, ആ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു പ്രോസസ് ഡിസൈൻ ചെയ്യേണ്ടി വരും. കാരണം പഴയ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രീതി എന്ന് പറയുന്നത് ആക്ച്വലി ഫോർ ദി എന്താ പറയാ നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ എന്തായാലും ആ പ്രോസസ്സുകളിൽ പുതിയൊരു ഡിസൈൻ കൊണ്ടുവരേണ്ടി വരും. അതിനാണ് പ്രോസസ് ഡിസൈൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പ്രോസസ് ഡിസൈൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞല്ലോ, വർക്കിംഗ് ഫോർ ബെറ്റർ ഔട്ട്കംസ്. അപ്പോൾ ഒരേ പ്രോഡക്റ്റ് തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരും. അപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഫോർ ബെറ്റർ ഔട്ട്കംസ് എന്ന് പറയുക. എൻഷുർ അക്കൗണ്ടബിലിറ്റി. Another crucial objective of the process design is that to ensure accountability. It also means that there is a transparent chain of responsibility at every step of the process. അപ്പോൾ ഈ പ്രോസസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇത്രയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്
എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു പ്രോസസ്സ് ചെയ്ത് വേറൊരു പ്രോസസ്സിൽ എത്താൻ വേണ്ടി ഇത്ര ടൈമാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് there is a transparent change of responsibility at every step of the process and roles are clearly defined. So ഓരോ റോളും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ് എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി. സോ അതാണ് ഇതിന്റെ വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ അച്ചീവ് സ്പെസിഫിക് വരുന്ന ഒരു ടേം ആണ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. സോ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BPR എന്ന് പറയും. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഇസ് എ മാനേജ്മെന്റ് സ്ട്രാറ്റജി that involves redesigning and optimizing business processes to improve organizational performance. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉള്ള ഒരു എന്താ പറയാ ഒരു മാനേജ്മെന്റിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. റീഡിസൈൻ ആൻഡ് ഒപ്റ്റിമൈസിങ് ബിസിനസ് പ്രോസസ്സസ്. ബിസിനസിന്റെ പ്രോസസ്സുകൾ ഒപ്റ്റിമൈസ് ചെയ്യുക, അതിനെ റീഡിസൈൻ ചെയ്യുക. സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് റാഡിക്കൽ അപ്രോച്ച് ദാറ്റ് എയിംസ് ടു അച്ചീവ് dramatic improvements in quality, efficiency, and customer satisfaction. So BPR is different from business process improvement. So business process improvement എന്നൊരു സാധനമുണ്ട്, അത് വേറെതാണ്. BPR ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് വേറെയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഈ BPI അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ആൻ ഇൻക്രിമെന്റൽ അപ്രോച്ച് ദാറ്റ് ഫോക്കസ് ഓൺ ട്വീക്കിംഗ് എക്സിസ്റ്റിംഗ് പ്രോസസ്സസ്. സോ ഓൾറെഡി ഉള്ള പ്രോസസ്സുകളെ ചെയ്യുന്നതിനെയാണ് നമ്മൾ BPI ബിസിനസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുക. അതേസമയം വളരെ പതുക്കെ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, വളരെ എന്താ പറയാ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, അതിനെയാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുക. BPR മെത്തഡോളജീസ് ഇൻക്ലൂഡ് സിക്സ് സിഗ്മ. സോ BPRന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഓൾറെഡി കണ്ട സിക്സ് സിഗ്മ, ലീൻ മെത്തഡോളജി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ യുണീക് അപ്രോച്ച് ആൻഡ് ടൂൾസ് ഫോർ അച്ചീവിംഗ് പ്രോസസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ഇന്ററാക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.